അണ്ടർ 19 ആണെന്ന് പറഞ്ഞാലും ഓസ്ട്രേലിയൻ ടീമിന് അതിൻ്റെതായ ഒരു പ്രത്യേകതകൾ എന്തായാലും ഉണ്ട്, ഉണ്ടാവും. തീർച്ചയായിട്ടും. അയാൾക്ക് പിന്നെ വൈമ സൂര്യവംശിക്ക് ഓസ്ട്രേലിയ എന്നായിരിക്കും നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇതിൽ ചോദിക്കാം. അതെ അതെ. ഈ ഇടയ്ക്ക് പൊതുവെ സേവാഗിനെ കുറിച്ചാണല്ലോ ഇങ്ങനെയുള്ള തമാശകൾ കൂടുതൽ വരിക. സേവാഗിനെ കുറിച്ച് സേവാഗിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആദ്യത്തെ പന്ത് എപ്പോഴും ബൗണ്ടറി കടത്തുന്നത്? അപ്പോൾ സേവാഗിൻ്റെ മറുപടി, അതിന് മുമ്പേ പന്തില്ലായിരുന്നു. അതെ, അങ്ങനെയാണ് സേവാഗൻ. അങ്ങനെ ഒരു ഇതാണല്ലോ സേവാഗിന് പൊതുവെയുള്ള സ്വഭാവം. കെവിൻ പീറ്റേഴ്സണായിട്ടുള്ള ഒരു അതെ, ഇതൊക്കെ സേവാഗ് പറയലുണ്ട്. കാര്യം കെവിൻ പീറ്റേഴ്സൺ അവിടെ നിന്ന് സുനിൽ നരേൻ്റെ പന്ത് നേരിടാൻ പറ്റാതെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ സേവാഗ് പറയുന്നു, നിങ്ങൾ ഇപ്പുറത്ത് പോലെ എന്ന് പറയുന്നു, ഞാൻ നോക്കിക്കോളാം. അതെ അതെ അതെ. അപ്പോൾ അടുത്ത പന്ത് 2-3 പന്തിൽ 6ഉം 4ഉം ഒക്കെ പറത്തുകയാണ്. അപ്പം കെവിൻ പീറ്റേഴ്സൺ ചോദിച്ചു, ഇതെങ്ങനെ? അതിപ്പോൾ പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് ചില ആളുകൾ പറയേണ്ടത്, ഈ പിച്ച് ചെയ്ത് തിരിയുമ്പോഴും മറിയുമ്പോഴും ആണല്ലോ പ്രശ്നം. പിച്ച് ചെയ്ത് അധികം തിരിയാൻ സമയം കൊടുക്കാതിരുന്നാൽ പോരെ, അടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ചില ആളുകൾ. അതൊക്കെ വളരെ അപൂർവമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, ഉണ്ടായി വന്നാൽ ചിലപ്പോൾ ഇതുപോലെ നിലനിൽക്കണമെങ്കിലും പാടാണ്. അതായത് ഒരു കാലത്ത് അറിയുമെന്നറിയില്ല, ഒരു അതുൽ ബദാദെ എന്ന് പറഞ്ഞൊരു കളിക്കാരനെ പറ്റിയിട്ട്, അതുൽ ബദാദെ അന്ന്, അതായത് വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റിങ്ങിന് പേര് കേട്ട അതുൽ ചന്ദ്രശേഖർ ബദാദെ, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷേ ആള് വന്നു, ഇതൊക്കെ പറഞ്ഞെങ്കിൽ ഒരു കളിയിലോ മറ്റോ ഒരു 44 മറ്റോ ആണെന്ന് തോന്നുന്നു, എനിക്ക് ചെറിയ ഓർമ്മ, ഞാൻ കണ്ടിട്ടുണ്ട്, കളി കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. അതായത് നമുക്ക് തുടക്കം നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും.